ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചട്നി റെസിപ്പിയാണ്. മുതിര വെച്ചിട്ട് എങ്ങനെ ഒരു ചട്നി ഉണ്ടാക്കാം എന്നുള്ളതാണ്. മുതിരയുടെ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. മുതിര കൊണ്ട് നമുക്ക് ഒത്തിരി അധികം വിഭവങ്ങൾ തയ്യാറാക്കാൻ പറ്റും. രസം, സാമ്പാർ, തോരൻ, അങ്ങനെ പല രീതിയിലും ഉള്ള വിഭവങ്ങൾ തയ്യാറാക്കാൻ പറ്റും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചട്നിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചട്നി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിലുള്ള കല്ലെല്ലാം പെറുക്കി കളയുക എന്നുള്ളതാണ്. ഏതൊരു ധാന്യം അല്ലെങ്കിൽ പയറിലുള്ളതുപോലെ തന്നെ മുതിരയിലും ഒത്തിരി അധികം കല്ലുകൾ നമുക്ക് കാണാൻ പറ്റും. അത് കൈകൊണ്ട് തന്നെ ഒന്ന് പെറുക്കിയെടുത്ത് കളയുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക 3-4 പ്രാവശ്യം. അങ്ങനെ കഴുകി വെള്ളം വാർത്തെടുത്ത മുതിര നമ്മളൊരു ചീനച്ചട്ടിയിലോ ഇരുമ്പ് പാത്രത്തിലോ ഇട്ട് നന്നായിട്ട് ഇതുപോലെ വറുത്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഗോൾഡൻ നിറത്തിലാവും. നല്ലൊരു മണവും വരാൻ തുടങ്ങും. നമ്മൾ കടലയൊക്കെ വരുന്ന പോലെയുള്ളൊരു മണം. അപ്പോൾ നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഒന്ന് തണുക്കാനായിട്ട്. പിന്നെ ഈ മുതിര ചട്നിയുടെ കൂടെ നമുക്ക് കഴിക്കാൻ ഇഡ്ഡലി വേണമല്ലോ. അപ്പോൾ ഇഡ്ഡലി ഞാൻ ഒഴിച്ച് വെക്കുകയാണ്. ഇഡ്ഡലി റെഡി ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ചട്നിയും ഫുള്ളായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഞാൻ മുതിര വറുത്ത പാത്രത്തിലേക്ക് തന്നെ 1.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് വെളുത്തുള്ളി, ഉണക്കമുളക്, കറിവേപ്പില ഒന്നിട്ട് ഒരു 2 മിനിറ്റ് വഴറ്റിയ ശേഷം തേങ്ങ ഇട്ട് വഴറ്റുകയാണ്. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും അളവുകൾ ഞാൻ കൃത്യമായിട്ട് സ്ക്രീനിൽ ആദ്യം കൊടുത്തിരുന്നു, നിങ്ങളത് നോട്ട് ചെയ്യുക. തേങ്ങ, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും ഇട്ട് നന്നായിട്ട് വഴറ്റി അത് ഒരു ഗോൾഡൻ കളറിലേക്ക് ആകുമ്പോൾ മാറ്റി വയ്ക്കാം. ഈ എല്ലാ ഇൻഗ്രീഡിയൻസിനൊപ്പം നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വറുത്ത മുതിര, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, തേങ്ങ, പിന്നെ പുളി ഒന്ന് പൊടിച്ചെടുത്ത ശേഷം പിന്നെ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിൽ, ചട്നി രൂപത്തിൽ ആക്കിയെടുക്കാം. ഇതിൽ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ മുതിര ചട്നി ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. മിക്സിയിലോട്ടും കുറച്ച് നല്ല വെള്ളം ഒഴിച്ചൊന്ന് കുലുക്കി ഈ ചട്നിയിലോട്ട് ചേർത്ത് കൊടുക്കുക. നമുക്കതിലൊന്നും വേസ്റ്റ് ചെയ്യാനില്ല. നമുക്ക് ബാക്കിയുള്ള 1/2 ടീസ്പൂൺ നല്ലെണ്ണയിൽ കടുക് പൊട്ടിച്ചെടുത്ത് ഇതിലോട്ട് ചേർക്കാം. കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇട്ടാണ് പൊട്ടിക്കുന്നത്. അങ്ങനെ നമ്മുടെ താളിപ്പും റെഡിയായിട്ടുണ്ട്. ഈ താളിപ്പ് ഈ ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ മുതിര ചട്നി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാ തരം വിഭവങ്ങളുടെ കൂടെയും നമുക്കിത് വിളമ്പാം. ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, ചോറിനോടൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.